നന്ദിയായി നോമ്പ് പിടിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയ ദിനമല്ലേ? ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ? അതിന് നന്ദിയായി മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം തൂഫാന് ശേഷം ആദ്യമായി ലോകത്ത് ഭക്ഷണം പാകം ചെയ്ത വ്യക്തി ആരാണെന്ന് അറിയാമോ? നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാം നന്ദിയായി നോമ്പ് പിടിച്ചു. പ്രവാചകന്മാർ നോമ്പ് പിടിച്ചു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഖുറൈശികൾ അതിനെ ആദരിച്ചു. ജൂതന്മാർ ബഹുമാനിച്ചു. നസ്രാനികൾ ബഹുമാനിച്ചു. എന്ന് വേണ്ട സർവ്വചരാചരങ്ങളും ആ ദിവസത്തിനെ വളരെ ആദരവോടെ പുണ്യത്തോടെ കണ്ട ആളുകളാണ്. അതുകൊണ്ട് നാളത്തെ ദിനം നമുക്ക് പവിത്രമാക്കണം, അതിനെ ബഹുമാനിക്കണം. അതിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് നാം നിർത്തുകയാണ്. നമുക്കറിയാം, മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരു പാവപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു പാവപ്പെട്ട ഫക്കീറാണ്. അദ്ദേഹത്തിനും മക്കളും ജീവിക്കുന്നുണ്ട്. ഈ ആശൂറാ ദിനത്തിൽ അദ്ദേഹവും കുടുംബവും നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ നോമ്പ് തുറപ്പിക്കുവാനുള്ള വകയ്ക്ക് വേണ്ടി അദ്ദേഹം അന്വേഷിച്ചു നടന്നപ്പോൾ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അങ്ങനെ നടന്ന് അങ്ങാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു ബാങ്കിൽ ഒരു ബാങ്കുകാരൻ ഒരു മുസ്ലിം ബാങ്ക് നടത്തുന്നുണ്ട്. ആ ബാങ്ക് നടത്തുന്ന വ്യക്തി വളരെ അമൂല്യമായ ഒരു വ്യക്തി സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ നിറച്ചിട്ടിരിക്കുകയാണ്. നാണയ കൈമാറ്റമാണ് അയാളുടെ ജോലി. മുസ്ലിമാണ്. അദ്ദേഹത്തിനോട് വന്നിട്ട് ചോദിക്കുന്നു, മോനെ, ഒരു ദുർഹം എനിക്ക് കടം തരുമോ? ആ ദുർഹം കൊണ്ട് എന്റെ മക്കൾക്ക് നോമ്പ് തുറപ്പിക്കാനാണ്. ഈ ദിവസം നാളെ പവിത്രമായ ദിനമാണ്. ആ ദിവസത്തിൽ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ആ മുസ്ലിമായ മനുഷ്യൻ മുഖം തിരിച്ചു കളഞ്ഞു. നുറുങ്ങിയ ഹൃദയവുമായി വളരെ വ്യസനത്തോടെ കണ്ണുനീർ ചാലിയൊഴുകി അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ മുസ്ലിമായ മനുഷ്യന്റെ അയൽവാസി ഒരു ജൂതനായ മറ്റൊരു ബാങ്കുകാരൻ, അയാൾ നാണയവിനിമയമാണ് അദ്ദേഹത്തിന്റെ തൊഴില്. അദ്ദേഹം ചോദിച്ചു, നീ എന്റെ അയൽവാസിയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ തിരിച്ചു പോകുന്നത്? നിന്റെ മുഖത്ത് സങ്കടം പ്രകടമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ദീർഘം അദ്ദേഹത്തിനോട് കടം ചോദിച്ചു. ഈ ദിവസത്തിൽ നോമ്പ് തുറപ്പിക്കാനാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിന് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജൂതൻ ചോദിക്കുകയാണ്, ഇത് ഏത് ദിവസമാണ്? അപ്പോൾ ആ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു, ഇത് ആശൂറാന്റെ ദിനമാണ്. ആശൂറാ ദിനത്തിന്റെ ബഹുമാനത്തെ സംബന്ധിച്ച് അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ജൂതനായ മനുഷ്യൻ 10 ദീർഘം എടുത്തിട്ട്, നീ കൊണ്ടുപോയി നിന്റെ സുഭിക്ഷമായി നിന്റെ മക്കൾക്ക് നീ ആഹാരം പാകം ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് സന്തോഷത്തോടുകൂടെ യാത്രയാക്കി. അങ്ങനെ ആ മനുഷ്യൻ 10 ദീർഘവുമായി തന്നെ വീട്ടിലെത്തി. അങ്ങനെ അവിടെയുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും തയ്യാറാക്കി മക്കളെ നോമ്പ് തുറപ്പിച്ചു. അങ്ങനെ നോമ്പ് തുറപ്പിച്ചതിനു ശേഷം അന്ന് രാത്രിയിൽ ആ മുസ്ലിമായ അംഗീകാരൻ അദ്ദേഹം സ്വപ്നം കണ്ടതെന്നാണ് അറിയാമോ? ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയാം, ഏതൊരു മനുഷ്യനും അന്നോ നെട്ടോടുന്ന സമയമാണ്. وإذا الجنين بأمه متعلق أوفى الهلا وقلبه مضعوف. അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്ന ഒരു കുട്ടി, ആ കുട്ടി റബ്ബിന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ നേരിടുന്ന തായ്മോർക്കിട്ടവന്റെ ഹൃദയം വരെ, പ്രസവിച്ച കുട്ടിയുടെ ഹൃദയം വരെ പേടിച്ചിരിക്കുകയാണ്.
ഒരു തെറ്റും ചെയ്യാതെ ഉമ്മായുടെ ഗർഭാശയത്തിനും പുറത്തു വന്നൊരു കുട്ടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മോനെ എത്ര മാസങ്ങളോളം ദിവസങ്ങളോളം വർഷങ്ങളോളം തെറ്റിൽ ജീവിച്ച എന്റെയും നിന്റെയും അവസ്ഥ എന്താണ്? നാളിന്റെ ഭയാനകത നോക്കിയിട്ട് ഇതാ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടി വരെ പേടിച്ചെങ്കിൽ കൈപ്പലിൽ കാലഘട്ടങ്ങളോളം എതിരായി തെറ്റിലും നിലകൊണ്ട ആളുടെ അവസ്ഥ എന്താണെന്ന് മഹാന്മാർ ചോദിക്കുമ്പോ അങ്ങനത്തെ ഭയാനകമായ ഒരു ഖിയാമത്ത് നാൾ അവർ കാണുകയാണ്. അദ്ദേഹത്തിന് ദാഹമാണ്, ബുദ്ധിമുട്ടാണ്. ആ മനുഷ്യൻ ദാരിദ്ര്യവശനായി ഒരു മണിമാളികയുടെ സമീപം വന്നിട്ട് ചോദിച്ചു, വീട്ടുകാരാ, എനിക്കൽപ്പം വെള്ളം തരുമോ? അല്പം വെള്ളം തരുമോ എന്ന് ആ മനുഷ്യൻ വിലപിക്കുകയാണ്. അങ്ങനെ വിലപിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അതാ അപ്പോൾ അവിടെ നിന്നൊരു വിളിയാണെന്ന് കേൾക്കുകയാണ്. മനുഷ്യ, ഈ മാളിക ഇത് നിനക്കുള്ളതായിരുന്നു ഈ കഴിഞ്ഞ രാത്രി വരെ. ഇപ്പോൾ അത് നിന്റെ അയൽവാസിയായ ദൂതന്റെ പേരാണ് അതിലുള്ളത്. നിന്റെ പേര് ആ കെട്ടിടത്തിൽ നിന്നും അയക്കപ്പെട്ടു പോയി. പകരം ആ വ്യക്തിയുടെ പേരെഴുതി കഴിഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് നിനക്കിതിൽ കടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ പേടിച്ച് ആ മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് തന്റെ അയൽവാസിയായ ദൂതന്റെ സമീപത്തിൽ നിന്ന് പറയുകയാണ്, സഹോദര, ഞാൻ നീയും അയൽവാസിയാണ്. നമ്മൾ തമ്മിൽ ഇടപാടുകളുണ്ട്, നമ്മിൽ തമ്മിൽ ബാധ്യതകളുണ്ട്. എനിക്ക് നിന്നിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ 10 ദിർഹം കൊടുത്തില്ലേ? ആ 10 ദിർഹമിന്റെ പ്രതിഫലം 100 ദീനാർ എനിക്ക് നീ വിൽക്കുമോ എന്ന് ആ ജൂതനോട് കെഞ്ചിക്കഴുമ്പോൾ ആ ജൂതൻ പ്രതിവചിച്ച് അവൻ പറഞ്ഞതെന്താണെന്ന് അറിയാമോ? 1,00,000 ദീനാർ തന്നാലും ഞാനതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരുകയില്ല, അത് വിൽക്കുകയില്ല. മാത്രമല്ല, ആ മണിമാളികയുടെ ആ മണിമാളിക നല്ല വെളുത്ത മുത്തിനാളുള്ള മണിമാളികയാണ്. അതിന്റെ വാതിലാണെങ്കിലോ ചുവന്ന മാണിക്യത്തിനാലുള്ള. അങ്ങനത്തെ ആ മണിമാളിക, അതിന്റെ വാതിലൂടെ നീ പ്രവേശിക്കാൻ വേണ്ടി ചോദിച്ചാൽ വരെ നിനക്ക് ഞാൻ പ്രവേശനം അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോ ആ ദൂതനായ മനുഷ്യനോട് മുസ്ലിം ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ആ മനുഷ്യനാണ് ഒരു വസ്തുവിനോട് ഉണ്ടാവാൻ പറഞ്ഞാൽ ഉണ്ടാകാൻ കഴിവുള്ള ഒരു പടച്ചവൻ, ആ പടച്ചവൻ നിന്നെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് സത്യസാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഉച്ചരിക്കുകയാണ് ചെയ്തത്. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പവിത്രമായ ദിനത്തിനെ ആദരിച്ചതിന്റെ മേഖല ഇസ്ലാം നൽകിക്കൊണ്ട് അല്ലാഹു തആല ആ ജൂതനായ മനുഷ്യനെ ആദരിച്ചുവെങ്കിൽ നാം മുസ്ലിമാണ്. നാം ആ ദിവസത്തിന് എത്ര ആദരിക്കണം, എത്ര ബഹുമാനിക്കണം. മുസ്ലിമീടെയും കുടുംബത്തിനെയും അസ്വാബിനെയും എത്ര ആദരിക്കണം. അങ്ങനെ ആദരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ സംഭരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അവരെല്ലാം പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ സദസ്സിൽ വന്നവരാണ്. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു പെരുമാറാകട്ടെ. ഇന്നും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങൾ സംഭാവന ചെയ്ത, അതുപോലെ മുമ്പും ഇനിയും സഹായിക്കുന്ന ആളുകൾക്ക്
എല്ലാവർക്കും അല്ലാഹു തആല അവരെയും സഹായിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ബാഹ്യവും ബാത്തിനുമായ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നാഫിയായ കാര്യങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളുടെ ഈ മാസങ്ങൾ പവിത്രത കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.